ആരുമില്ലേന്ന് കേൾക്കുന്നില്ലേ? ഹലോ, ആഹാ മാഷായിരുന്നാ. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വാതിൽ ഇങ്ങനെ തുറന്നു മലർത്തിയിടരുതെന്ന്. വല്ല കള്ളന്മാര് മറ്റോ ആയിരുന്നെങ്കില നേരെ അകത്ത് കയറി കൈ കിട്ടുന്ന സാധനങ്ങളുമായി എടുത്തോണ്ട് പോയേനെ. തുറന്നിടാനും കൂടെ ഉള്ളതല്ലേ മാഷേ വാതില്. അടച്ചിടാനാണെങ്കിൽ അവിടെയും കൂടെ ഒരു ഭിത്തി വെച്ചാ പോരായിരുന്നോ? തർക്കുത്തരം പറയണ്ട. അക്കാര്യത്തിൽ നിങ്ങൾ ബഹുമിടിക്കുകയാണെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ ഭർത്താവിനോട് മതി. നോക്ക്, ഈ വാതിൽ ഇങ്ങനെ തുറന്നു മലർത്തിയിട്ടിട്ട് ഭർത്താവില്ലാത്ത നേരത്ത് നിങ്ങൾ അകത്ത് കിടന്നുറങ്ങിയാൽ നിങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ പോലും സാധ്യതയുണ്ട്. നോക്കണ്ട, കാലം വല്ലാത്ത കാലമാണ്. മാഷ് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ ആ റോഡ് സൈഡിൽ നിൽക്കുന്ന തെങ്ങിൽ 37 തേങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ 35 തേങ്ങയേ ഉള്ളൂ. ബാക്കി 2 തേങ്ങ എവിടെ? പിന്നെ മാഷിന് 2 തേങ്ങ നോക്കിയിരിക്കലല്ലേ എനിക്ക് പണി. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട് മാഷേ. നോക്കൂ, ഈ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് തരുമ്പോൾ ഓമനക്കുട്ടൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ഈ പറമ്പിലുള്ള എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന്. ഞങ്ങളെ ഈ വീടാണ് വാടകയ്ക്ക് എടുത്തത്, അല്ലാതെ നിങ്ങളുടെ വസ്തു അല്ല. തേങ്ങ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മാഷ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും. കംപ്ലൈന്റ് കൊടുക്കും. 2 തേങ്ങയുടെ വില ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തേങ്ങ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ എനിക്ക് തിരിച്ചു തരണം. ഇല്ലെങ്കിൽ 2 തേങ്ങയുടെ വില എനിക്ക് തരണം. ദേ മാഷെ, രാവിലെ എന്റെ വായി ഇരിക്കുന്ന കേൾക്കരുത്. എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഇനി മാഷ് തേങ്ങ കിട്ടിയിട്ടേ പോകത്തുള്ളെങ്കിൽ ആ പവിത്രനോട് ചെന്ന് പറ. പവിത്രനോ? പിന്നല്ലാതെ ഞങ്ങൾ നല്ല സന്തോഷം സമാധാനമായിട്ട് നല്ലൊരു വീട്ടിൽ താമസിച്ചോണ്ടിരുന്നതാ. അവിടുന്ന് ഞങ്ങളെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ പവിത്രനല്ലേ? ശുദ്ധമണ്ടത്തരം. ഈ പവിത്രൻ എന്ന് പറയുന്നവരെ ഞങ്ങൾക്കറിയത്തു പോലുമില്ല. എന്റെ മരുമകൻ ഓമനക്കുട്ടനും നിങ്ങളുടെ ഭർത്താവ് ജോർജ് കുട്ടിയും തമ്മിൽ വർഷങ്ങളായി സുഹൃത്തുക്കളായി. ആ പരിചയത്തിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഈ വീട് വാടകയ്ക്കുന്നത്. വിശ്വാസം വരുന്നില്ലല്ലേ? എന്റെ മകൾ സുലോചനയും എന്റെ മരുമകൻ ഓമനക്കുട്ടനും തമ്മിലുള്ള വിവാഹത്തിന് ബ്രോക്കറായി നിന്നത് ആരാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഭർത്താവ് ജോർജ് കുട്ടി. അതിന്റെ വിരോധം ഇപ്പോഴും എനിക്ക് അയാളോടുണ്ട്. എങ്ങനെ 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 മനസ്സിലായില്ലല്ലേ? നിങ്ങളുടെ ഭർത്താവും എന്റെ മരുമകനും മകളും തമ്മിൽ വർഷങ്ങളായി സുഹൃത്തുക്കളായി. നോക്കൂ, ഇനിയും വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാ കേട്ടോളൂ. ശരി, എന്നാൽ ഞാൻ ഇറങ്ങും. അപ്പോൾ എന്റെ തേങ്ങയുടെ കാര്യം? തേങ്ങയുടെ കാര്യത്തിൽ മാത്രമല്ല മാഷേ, വേറെ പല കാര്യങ്ങളും എനിക്ക് ശരിയാക്കാനുണ്ട്. അതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ മാഷിനെ അറിയിക്കാം. ഇപ്പൊ ചെല്ല് ചെല്ല്. ശരി. ഈ ഓമനക്കുട്ടൻ സാറ് ഇച്ചാൻ തമ്മിലെ നല്ല കൂട്ടാ. അത് ഇവിടെ വന്നതിന് ശേഷമല്ലേ കൂട്ടായത്? അതിന് മുമ്പ് ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഓമനക്കുട്ടനെ പരിചയപ്പെട്ടത്. അതിനു മുന്നേ എനിക്ക് ഓമനക്കുട്ടനെ പരിചയമില്ലല്ലോ. മോനെ ജോർജ് കുട്ടി, പാടാ ഇങ്ങോട്ട്. നിനക്ക് ഈ ആലീസിനെ ശരിക്കും അറിയത്തില്ല. ഇന്ന് നിന്റെ അന്ത്യമായിരിക്കും. ആലിസേ, എവിടെ നീ? ഇവിടെ അടുക്കളയിലാ. വിളിച്ചിരിക്കുവാണോ? ഇങ്ങോട്ട് വാ. ഞാൻ ശരിയാക്കി തരാം. ഇതെന്തായിട്ട് നേരത്തെ വന്നാ? നേരത്തെ ഹോസ്പിറ്റലിൽ പോയല്ലേ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. എടി, ഭയങ്കര ക്ഷീണം. ഒരു ചായ ഇട്ട് നമ്മളെ. ഷോ പാവം, ചെന്റെ ക്ഷീണമൊക്കെ ഞാൻ ഇപ്പൊ മാറ്റി തരുന്നുണ്ട്. ചക്കര കുട്ടിയാ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇച്ചാനെ സമ്മതിക്കണം. എന്നാടി? വേറെ ഏതെങ്കിലും സർക്കാർ ജോലിക്കാര് ഇച്ചാനെ പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുവോ? അങ്ങനെയൊന്നുമില്ല. ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന. പിന്നെ ആ ഓമനക്കുട്ടൻ സാറിന് നോക്ക്, ലീവ് എടുത്ത് തെക്ക് വടക്ക് നടക്കുക. അങ്ങനെയൊന്നുമല്ല. അവൻ ലോങ് ലീവ് എടുത്തിരിക്കുന്ന അവന്റേതായിട്ടുള്ള അംബീഷൻ ഹണ്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ. പിന്നെ അംബീഷൻ ഒലക്ക. അവരൊക്കെ ഇച്ചായനെ കണ്ടു പഠിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു, ഇച്ചായ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഇച്ചായന് ഓമനക്കുട്ടൻ സാറുമായിട്ട് പരിചയം. അതും പവിത്രം വഴി. കുറച്ചും കൂടെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അങ്ങേരെ ഒന്ന് ഉപദേശിക്കായിരുന്നല്ലേ.
ഇല്ല പരിചയപ്പെട്ടില്ലല്ലോ, നേരത്തെ അറിയില്ലല്ലോ, അപ്പൊ ഉപദേശിക്കാനും പറ്റില്ലല്ലോ. അല്ല ഈ സുലോചനെങ്കിലും പരിചയം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ അതും ഇല്ലല്ലോ. ഇപ്പൊ നടക്കാത്ത കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്? ഇനി വേണമെങ്കിലും നടക്കും, ഇനി വേണമെങ്കിലും ഉപദേശിക്കാം. നിങ്ങളിപ്പോ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? ഇനി എങ്ങനെ ഉപദേശിക്കാം അല്ലേ? ഞാനും വിചാരിച്ചു ഓമനക്കുട്ടനെ ഉപദേശിക്കാന്ന്. നീ പറഞ്ഞപ്പോ അതങ്ങ് ഉറപ്പിച്ചു. ഓമനക്കുട്ടനെ ഉപദേശിക്കാം. നല്ല ചായ. ഈ ചായ കുടിച്ചപ്പോ തന്നെ എന്റെ ക്ഷീണം മാറിയിട്ടാ. ഒരു ഗ്ലാസും കൂടെ തരട്ടെ? ഒരു ഗ്ലാസും കൂടെ ആണെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ ഫ്ലാസ്കിലുള്ള ചായ ഉണ്ട്, ഫ്രഷ് ആയിട്ടൊരു ചായ ഇട്ട് തരാവോ? ശരി, ഇട്ട്. എന്റെ പൊന്നു വന്നു. അയ്യോ സുലോചനെ എന്തുണ്ട്? ഓ സുഖം. സുലോചനെ വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉണ്ടായിരുന്നുള്ളു. അയ്യോ സത്യം, ഇപ്പൊ കൂടെ ഇച്ചായം പറഞ്ഞതേ ഉള്ളു നിങ്ങളുടെ കാര്യം. ആണോ? ഇങ്ങോട്ടോ? ആ നന്നായി. ഇച്ചായം പറഞ്ഞായിരുന്നു രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് ഓമനക്കുട്ടൻ സാറ്. ഓ ശരി ശരി. ആ വന്നു തോന്നുന്നു സുലോചനെ. ശരി കേട്ടോ. അപ്പം ഓക്കെ. ഞാൻ അറിഞ്ഞു വിളിക്കാം. ഞാൻ നിന്നെ കാണാതിരിക്കുവായിരുന്നു. ആലീസിന് എന്തോ ഒരു ഡൗട്ട്. എന്ത് ഡൗട്ട്? എന്ത് ഡൗട്ടെന്ന് എനിക്കറിയില്ല. എന്തോ മൊന വെച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മൊന വെച്ച? നമ്മൾ തമ്മിലുള്ള സൗഹൃദം വല്ലതും അറിഞ്ഞോ എന്തോ? അങ്ങനെയെങ്ങാനും അറിഞ്ഞെങ്കിൽ അതോടെ തീർന്നടാ. ആലീസേ എന്താ സുഖായിരിക്കണോ? ഓ സുഖമായിട്ടിരിക്കുന്നു. വെറുതെ ഇതുവഴി പോവുകയായിരുന്നു, അന്നേരം ചുമ്മാ ഇങ്ങോട്ട് കയറി. എന്താണെന്തോ ഡോക്ടറെ പരിചയപ്പെട്ടതിന് ശേഷം ഭയങ്കര ഒരു സന്തോഷം. എനിക്കാണെങ്കിൽ ആരും സംസാരിക്കാനില്ലാതെയൊക്കെ ബോറടിച്ചിരിക്കുകയല്ലായിരുന്നു. ഒരു ഭയങ്കര ഒരു സന്തോഷം. ആലീസേ നീ ഒരു ചായ എടുക്കാം. നമ്മുടെ ഹൗസ് ഓണറല്ലേ വന്നേ? എടുക്കാം. ഇച്ചാന് ചായ വേണോ? വേണ്ട, ഞാൻ നേരത്തെ കുടിച്ചല്ലേ ഉള്ളൂ. എടുക്കാവേ. എന്ത് ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല. ആലീസ് ഒന്നും അറിഞ്ഞില്ല. നീ ചുമ്മാ ഒരു വഷളം ചിരിയില്ലടാ. വഷളം ചിരിയാ? അന്നേ സത്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ തമ്മിലുള്ള സൗഹൃദം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഞാനായിട്ട് മുൻകൈ എടുത്ത് ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അവള് സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ടാ പവിത്രനെ ഏർപ്പാടാക്കിയത്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം അങ്ങ് പറഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോന്നല്ല ഇത്രയൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ നല്ല സുഹൃത്ത് ബന്ധങ്ങളായില്ലേ? ഇനിയിപ്പോ സുഹൃത്തെന്ന് അറിഞ്ഞാൽ തന്നെ എന്തോ പ്രശ്നം? നീ അത് വിടന്നേ. അല്ലേ ഈ സുലോചന ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇനി സുലോചന വല്ല മണ്ടത്തരവും പറഞ്ഞു കാണൂ. ബെസ്റ്റ്. ഇക്കാര്യത്തിൽ അവളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അവളെ വായിന്ന് എന്തായാലും ഇത് വിടാൻ പോണില്ല. പിന്നെ നീ ഇനി പേടിച്ചിട്ട് ആവശ്യമില്ലാതെ ഓരോ കാര്യം ഉണ്ടാക്കി കുളവാക്കാതിരുന്നാ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു ഹൗസ് ഓണർ പറയുകയാണെന്നൊന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം വിളിക്കണം കേട്ടോ. ഇത്രയും ദൂരെ വന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളല്ലേ നിങ്ങളെ ഒന്ന് സഹായിക്കേണ്ടത്. പിന്നെ ഈ ഹൗസ് ഓണർ, വാടകക്കാര് അങ്ങനെ തമ്മിലുള്ള അകൽച്ചയൊന്നും നമ്മൾ തമ്മിൽ വേണ്ട കേട്ടോ. അതിന് ഓമനക്കുട്ടൻ സാറ് ഇച്ചാൻ തമ്മിൽ അങ്ങനത്തെ ബന്ധമല്ലല്ലോ. നിങ്ങൾ പഴയ സുഹൃത്തുക്കളല്ലേ? നിങ്ങൾ പണ്ട് ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്തവരാന്നും അന്ന് ഒരുമിച്ചായിരുന്നു താമസം ഒക്കെ എനിക്കറിയാം. എന്റെ ഇച്ചായ, ഈ ഓമനക്കുട്ട സാറിന്റെയും സുലോചനയുടെയും കല്യാണത്തിന് മധ്യസ്ഥം നിന്നത് ആരാ? എന്റെ ഈ പൊന്നിച്ചായ, അതൊക്കെ എനിക്കറിയാം. അയ്യോ ഇത് നുണയല്ലല്ലോ. ഓമനക്കുട്ട സാറ് പറഞ്ഞില്ലേ ഇച്ചാനോട് ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ? പിന്നെ ഞാനത് സമ്മതിക്കത്തില്ല എന്ന് കരുതിയപ്പം ഈ ചായൻ പവിത്രനെ ബ്രോക്കറാക്കി. നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ എനിക്കറിയാം. എന്തിനാ ഈ ചായ പിന്നെയും പിന്നെ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ എല്ലാം സത്യമല്ലേ? അയ്യോ ചായ കുടിക്ക്. ഇവളിതെങ്ങനെ അറിഞ്ഞത്? കുഴപ്പമാണെന്നേ. യോ ഇനിയിപ്പോ അവൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മിക്കവാറും എന്നെ ചെലവെടുത്തടിക്കും. ആണോ? നിനക്ക് വേണ്ടി രക്തസാക്ഷി ആവാനാ എന്റെ വിധി. എന്നാ പിന്നെ ഞാൻ പോട്ടാളെ. ഇനി ഞാൻ നീ പോരുത്. ഒരു 5 മിനിറ്റ് നീ ഇവിടെ നിൽക്ക്. അവൾ എങ്ങനെയാ പെരുമാറുന്നെന്ന് പറയാൻ പറ്റില്ല. നിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനൊരു മയം ഉണ്ടാവും. അടിക്കാ അളയാ, ഞാനൊരു കാര്യം പറയണ്ട. ഇനി ആത്മാഭിമാനം നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമില്ല.
നേരെ അകത്തോട്ട് ചെല്ലളിയാ. എന്നിട്ട് പോയി കാലിൽ വീഴളിയാ. വേറൊരു വഴിയില്ല. ആണല്ലേ? വീണുകളല്ലേ? ഓടെ. ശരി. തേങ്ങ പൊട്ടിക്കണം? വേണ്ട, നാളത്തേക്കാ. നാളത്തേക്കാ? എന്നാ പിന്നെ ക്ലീൻ ചെയ്യായിരുന്നു. എന്റെ ഇതൊക്കെ വേണ്ട, ഇനിയൊന്നും കളയാനില്ല. ഇവിടെ വെച്ചേക്ക്. ഇച്ചാൻ എന്ത് പറ്റി? ആലിസേ, എന്നോട് ക്ഷമിക്കടി. സോറി, സത്യമായിട്ട് സോറി. എന്താ പറ്റിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല, അതാ പ്രശ്നം. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നീ വഴക്കുണ്ടാക്കും. ഇപ്പം വഴക്കുണ്ടാക്കുന്നില്ല, നീ മിണ്ടാതിരിക്കുന്നു. ശരിക്കും നിന്റെ മനസ്സിൽ എന്താടി? ഇച്ചാൻ എന്തൊക്കെയാ പറയുന്നത്? ആലിസ, സത്യം പറയാതെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് നേര്. ഈ സത്യം പറയാഞ്ഞത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? സത്യം പറഞ്ഞാൽ ഞാൻ വഴക്കടിക്കുമെന്ന് പേടിച്ചിട്ട്. ആണ് ആണ്, അതുകൊണ്ട് മാത്രം. കറക്റ്റ് അല്ലേ? കറക്റ്റാ. എന്റെ സംശയരോഗം കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? സത്യമായിട്ടും. അപ്പൊ ഇച്ചാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനെന്തിനാ ഇച്ചാനെ വഴക്ക് പറയുന്നത്? കാര്യമായിട്ട് പറയുന്നതാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നേ, ഇച്ചാനാണ് സത്യം. അയ്യോ എന്റെ പൊന്നു മക്കളെ. പക്ഷേ ഉണ്ടല്ലോ, അവിടെ നിക്ക്. ആ പുറത്ത് നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ, ഓമനക്കുട്ടൻ, അവനോട് ഞാൻ ക്ഷമിക്കത്തില്ല. അയാളുടെ വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിട്ട് അയാളാണ് എന്നോട് കള്ളത്തരം ചെയ്തത്. ഇച്ചായൻ വെറും ഒരു പാവം. ഇച്ചായൻ എന്നോട് കള്ളത്തരം പറയാൻ ആരാ പ്രേരിപ്പിച്ചത്? ആ നിൽക്കുന്നവൻ. അവനോട് ഞാൻ ക്ഷമിക്കത്തില്ല. അവൻ ഗതികേട് കൊണ്ട് ചെയ്താ. ഒന്നും പറയില്ലേ? ആണോ? അല്ലെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. സമാധാനായോ? അല്ല പിന്നെ നീ ക്ഷമിക്കൂല എന്ന് പറഞ്ഞത്? ക്ഷമിച്ചില്ലല്ലോ. ക്ഷമിച്ചില്ലേ? ഇതെന്താ ചായ? ഇത് പട്ടിക്ക് വിരലൊക്കാൻ കൊടുക്കുന്ന മരുന്ന് ആണല്ലേ? ഇതെങ്ങനെ നിനക്ക് കിട്ടി? ഇത് ചാന്റെ പെട്ടിന്ന് കിട്ടി. നീ എന്തിനാ ഇതെടുത്ത? എടുത്തെന്ന് വെച്ചാ ഇതിന്റെ അകത്തുനിന്ന് ഒരു 3 തുള്ളി നേരത്തെ ഓമനക്കുട്ടൻ സാറിന് ഒരു ചായ കൊടുത്തില്ലേ, അതിന്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ചുമ്മാ തമാശ കളിക്കരുതേട്ടാ. നീ വെറുതെ പറയുന്നില്ലേ? വെറുതെ അല്ല. പിന്നെ ഇത് പട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവാൻ എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. 10 മിനിറ്റ് എടുക്കുമോ? 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഓമനക്കുട്ടൻ സാറിനോട് ചോദിച്ചാൽ മതി ഇത് നേരാണോ സത്യമാണോ എന്ന്. ആലിസേ, നുണയാ ചെയ്തിട്ടില്ല. ചെയ്തു. സത്യമായിട്ട് ചെയ്തോ? എന്റെ പൊന്നിച്ചായ, ആലീസിനോട് ഇത്രയും ചെയ്യുമ്പോഴേ ഞാൻ ഇങ്ങനെയെങ്കിലും തിരിച്ചു ചെയ്യണ്ടേ? ആലിസേ, ആലിസേ ഇത് നീ കൊടുത്തവന്? കൊടുത്ത്. ചതിയാണ് കേട്ടോ, ചതിയായി പോയി. എന്നോട് കളിച്ച ചതിയല്ലേ? അടിപൊളി ചായ. എന്താ കുടിച്ചാ? ഓക്കെ ആണോ നീ? ഞാൻ ഓക്കെ ആണ്. നീ ഓക്കെ അല്ലേ? അല്ല സോൾവായ? ഇതിനേക്കാൾ നല്ലത് ചെലവെടുത്തിന്റെ തലക്കടിക്കുന്നതായിരുന്നു. അയ്യോ എടേ അവനെ കേട്ടാ, നീ വീട്ടിൽ പൊക്കോ. നീ മിണ്ടായിരുന്നു. നീ ഇങ്ങനെ അടുത്ത് പേടിക്കാതെ ഒരു കാര്യം ചെയ്യാം. എന്തായിരുന്നാലും എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി ഇത് നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യുന്നു. സംസാരിച്ച് തുടങ്ങിയാ സോൾവ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് പ്രത്യേകിച്ച്. നീ വീട്ടിൽ പൊക്കോ. നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ പോകും? അത് ചെയ്യുന്നത് ഞാൻ ശരിയാണോ? നീ നിന്നെ എങ്ങനെ വിട്ടിട്ട് പോണം? ശരി, ഇതെല്ലാം കുളമാക്കിയത് ഞാനും കൂടെയാ. ശരിയും തെറ്റും നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് ഇവിടെ തീരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് നീ വീട്ടിൽ വെക്കാം. അതല്ല ഞാൻ ആലീസിന്റെ അടുത്ത് സംസാരിച്ചിട്ടേ പോണം. ആലീസേ, ആലീസേ, എന്തായിരുന്നാലും ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് എനിക്കറിയാം. സംഭവിച്ചു പോയി. ആലീസ് എന്റെ അടുത്ത് ക്ഷമിക്കണം. അയ്യോ, ഞാൻ എപ്പോഴേ ക്ഷമിച്ചു. ഞാൻ ഒന്നും മനസ്സിൽ വെക്കൂല. എല്ലാം മായ്ച്ചു കളഞ്ഞു. നീ പൊക്കോ. അതല്ലടാ, ആലീസിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ പോണ. കാര്യത്തിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവാത്ത. ആലീസ് ക്ഷമിച്ചെന്ന് പറഞ്ഞാലേ എനിക്കൊരു ആശ്വാസം. അവനെക്കുട്ടന്റെ കാല് ഞാൻ പിടിക്കും. നീ പൊക്കോ. അവിടെ നിക്കട്ടെ. അല്ലെന്നേ, എനിക്ക് ആശ്വാസം. നീ ഒന്ന് വീട്ടിൽ പോ. എന്തുവാടാ? നീ വീട്ടിൽ പോ. ഞാൻ പക്ഷെ എനിക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ ആലീസ് ക്ഷമിച്ചെന്ന് പറയണം. ക്ഷമിച്ച നീ വീട്ടിൽ പോ. ഞാൻ ക്ഷമിച്ച ആലീസ് നീ വീട്ടിൽ വേഗം പോണേ. ഒരിടത്ത് നിക്കല്ലേ, നേരെ വീട്ടിൽ തന്നെ പോണേ. എന്നാ പരിപാടിയാണ് ഈ കാണിച്ചത്? അവൻ വീട്ടിൽ എത്തുമോ? എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. മോനെ ജോർജ് കുട്ടി, അടുത്ത പണിയെ നിനക്കിട്ട. വീടെത്തണ്ട അങ്ങേര്, വീടെത്തണ്ട.